ഹലോ ഗൈസ്, എല്ലാവർക്കും MDCയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നെതർക്ക് പോകാൻ പോവുകയാണ്. നെതർ, അതായത് നമുക്ക് വേണ്ട റിസോഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഫുഡ് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ഫുഡ്, വാട്ടർ ബക്കറ്റ്, ഡയമണ്ട് പിക്കാക്സ്, പിന്നെ ഈ ഷവലും ഈ സാധനങ്ങളൊക്കെ. ഓക്കെ, ഇനി നമ്മൾ മൈനിങ്ങിലേക്ക് പോവുകയാണ്. നമ്മൾക്ക് എങ്ങോട്ടാ പോകണ്ടെന്ന് വെച്ചാ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ മറ്റേ എന്താ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ, ലാവുള്ള വഴി വെള്ളം കൊണ്ട് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ആ ഒബ്സിഡിയൻ എടുക്കണം. സിസ്റ്റം മൈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ്. നമ്മളുണ്ടാക്കിയ ഈ സാധനം അതല്ല. ഓക്കെ, നമുക്കപ്പോൾ ലാവയ്ക്ക് ചാടാതെ നോക്കാം. ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഈ ഒരു വെക്കാൻ സേഫ്റ്റിക്ക് തയണ അധികമില്ല. ഓക്കെ, അയ്യോ ടോർച്ചില്ല. എന്തെങ്കിലൊക്കെ ടോർച്ച് ഇപ്പോൾ വേണമെന്നൊന്നുമില്ല. നമുക്കിത് ഇവിടുന്ന് പൊട്ടിച്ചെടുക്കണം. വെറുതെ ഒബ്സിഡിയൻ കിട്ടി. ഒബ്സിഡിയൻ എവിടെയും പോയിട്ട് അതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാ ലാവാ പൂൾ. നമുക്ക് ഇത് ഇവിടുന്ന് പൊട്ടിച്ചു. ഏകദേശം 10 വേണം. എത്ര വേണം? 1 2 3 4 5 6 7 8 9 10. 14 വേണം. ശരിക്കും ഇമ്പോർട്ടൻ്റ് 10 ആണ്. നമുക്ക് 14 എടുക്കാം. ഇവൻ തന്നെ മൊത്തത്തിൽ നടക്കുന്നു. വഴിയുണ്ട്. എൻ്റെ ഒരു ഒബ്സിഡിയൻ അവൻ കൊണ്ടേ കളഞ്ഞത് അറിയാം. ഇനി ഇത് വേഗം ഈ ഒബ്സിഡിയൻ പൊട്ടി അത്യാവശ്യം നല്ല പാടാ. അതാണ് കുഴപ്പം. ലാവ ചിലപ്പോൾ അടിയിൽ നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ സ്ക്രൗച്ച് ചെയ്ത് വേണം പോകാൻ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ. പൊട്ടിച്ചോ. അൺലിമിറ്റഡ് ഒബ്സിഡിയൻ. അൺലിമിറ്റഡ് ഒന്നുമല്ല. ഈ ഒബ്സിഡിയൻ അൺലിമിറ്റഡ് ഫാം ഉണ്ടാക്കാൻ പറ്റുമോ പോലെ. പേടിച്ച് മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിരിക്കണം. ഈ കൊബൾസ്റ്റോണൊക്കെ നിർത്തോ, ആവശ്യം വരും. ഇവിടെ കൊബൾസ്റ്റോൺ സ്പോണർ അല്ലാതെ ഇവിടൊക്കെയാണ് ലാവ. അല്ല, എൻ്റെ ഒരു നിഗമനത്തിൽ നോക്കുമ്പോൾ ഒബ്സിഡിയൻ റിയൽ ലൈഫിൽ ഇതാ പൊട്ടിക്കണമെങ്കിൽ നല്ല സിമ്പിളാണ്. പക്ഷെ കൈ തൊട്ടാ മുറിയാവും. പക്ഷേ മൈൻക്രാഫ്റ്റിൽ പൊട്ടിക്കണമെങ്കിൽ നല്ല പണിയാണ്. പിന്നെ തൊട്ടാ ഒന്നും ആവൂല്ല. എന്താന്നാവാ അങ്ങനെ വേണ്ടായിരുന്നു തോന്നുന്നു. ഏതായാലും
നമ്മുടെ അടുത്ത് ഇപ്പം എത്രണ്ണായി? 10 ഈ 3 പൊട്ടിച്ചോ. അതൊക്കെ നെതറിൽ പോയിട്ടൊന്നും ചുറ്റിക്കറങ്ങി കാണണ്ടേ, അതുകൊണ്ടാണ് പറയുന്നത്. ഈ 2 കൂടി പൊട്ടിക്കാം. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി പൊട്ടിച്ചോ. എന്നാൽ കൃത്യം ഒരു പോട്ടലാവാക്കുള്ള വേഗം. നെതർ കാണാൻ എനിക്ക് പറയണം എല്ലാവരും കേട്ടോ. അവരുടെ നെതറൈറ്റ് ഇൻകണില്ല അത്. നമുക്ക് നെതർക്ക് പോയിട്ട് വേറൊരു പരിപാടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് പോയിട്ട് ലാവാ നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഓക്കെ, അവിടേക്ക് കുറേ പോകാണ്ട് ഞാനത് പിന്നെ പോയിക്കോളാം. അയ്യാണ് വേണ്ട. ഒബ്സിഡിയൻ എത്ര കഷ്ടപ്പെട്ട് ഞാൻ. ഗോൾഡ് നമ്മളിപ്പോൾ ഇത് കൂടെ വന്ന്. ഞാൻ അടി കൂടെ ഇറങ്ങിയടുത്ത് കൂടെ ഇതായിട്ടും പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വന്നത് ഇപ്പം ഏത് കൂടെയാണ് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനിപ്പോൾ ഏത് കൂടെ വന്ന് ഇതിൽ കൂടെ എന്താ പൊട്ടിച്ചെടുത്താണ്. ഏത് കൂടെ കഴിച്ച് ഞാൻ വന്നത്. ഇനിയിപ്പടെ ഏത് കൂടെയാണെന്ന് ഓർമ്മയും കിട്ടുന്നില്ല. അമ്മ ഏതെന്താ? അതിൻ്റെ അത് കൂടെ എവിടെയെങ്കിലൊക്കെ അത് അതിൽ കൂടെയാണോ? കിട്ടി, വഴി കിട്ടി. ഇതിൽ കൂടെയാണ് ഞാൻ വന്നത്. എനിക്കെൻ്റെ വഴി വീണ്ടും തെറ്റി കിട്ടി. ഞാൻ ആദ്യം ഇതിൽ കൂടെ പോണത്. അതായത് ഞാൻ സാധാരണ ഈ വഴി കാണലില്ല. ഇപ്പം ഞാൻ ഈ വഴി കണ്ടു, അതുകൊണ്ട് ഞാൻ ആദ്യം കൂടി ഇതിൽ കൂടെ അടിക്ക് ഇറങ്ങിയിട്ട് അടിയിൽ നിന്ന് മുകളിൽ കൂടെ കയറുന്നു. ഫുഡ് ഓക്കെ. ഇനിയിപ്പോൾ എങ്ങോട്ടാ വേണ്ടത്? ഇങ്ങോട്ട്. ഇനി മുകളിലേക്ക് എന്നൊക്കെ മുകളിൽ തന്നെ ഇത് ഉണ്ടാക്കണോ? കുറച്ച് വെള്ളത്തിലാക്കി ഉണ്ടാക്കാം. നമുക്ക് ചെറിയൊരു സ്ഥലം ഉണ്ടാക്കിയത്, പിന്നെ അവിടെ നമുക്ക് ഇത് ഉണ്ടാക്കണം. ഇതൊക്കെ എയറിൽ ചെറിയൊരു ഐലൻഡ് ഉണ്ടാക്കിയാലോ ഈ നെതറിനായിട്ട്. അത് നല്ല ഐഡിയ. എന്തൊരു വാട്ടർ ഫ്ലോട്ടിങ്ങും അടിക്ക് അത് പൊളിക്കും. അതൊരു നദിക്ക് എങ്ങനെ ഉണ്ടാവും? അതാണ് ഇപ്പം ഇതിത്തെ എൻ്റെ സ്വപ്നം. ഇപ്പം നമുക്ക് നടക്കൂല. അതുകൊണ്ട് നമുക്ക് ഇവനെന്താ പാല് കുടിക്കാം. നമുക്ക് ഈ നമ്മളുടെ ഈ പോർട്ടലൊന്ന് ഉണ്ടാക്കണം. അപ്പം നമ്മളുടെ പോർട്ടൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം നമുക്ക്. ഞാനിപ്പോൾ എന്താ ഇവിടെ വെച്ച് 14. ഓക്കെ, ഇവിടുന്ന് പൊട്ടിച്ചെടുത്തു. ഇന്നെന്താ ആക്രമിക്കാൻ വരാത്തത്? അവൻ ആക്രമിക്കാൻ പോകണം. എന്നൊന്നും കാട്ടാൻ പറ്റുന്നില്ല. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഓക്കെ, ഞാൻ പോർട്ടൽ ഉണ്ടാക്കടെ. വഴി മാറി. 1 2 3. 1 2 3. ഓക്കെ, അങ്ങനെ അത് റെഡി. ഓക്കെ, പോർട്ടൽ എന്തോ ഒന്ന് കുറവുണ്ടല്ലോ.
ആ ഫ്ലിൻറ്റ്. പക്ഷേ ഫ്ലിൻ്റ് അല്ല, എന്താ പിന്നെ പറയാം, എന്തോന്നും പറയാൻ എൻ്റെ പേരിട്ടിട്ടില്ല. അയണുണ്ട്, അയണുണ്ട്, ഒരൊറ്റ അയണ. ആ മതി. എവിടെയാണ് സാധനം? ആ ഇതാ കിട്ടി. ഓക്കെ, ഇത് നെതറാണ്. അതുകൊണ്ട് നമ്മളുടെ ആർമറൊക്കെ അയച്ചിടാം. ആർമറൊക്കെ അയച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ അയൺ സോഡും കൊടുത്തിട്ടുണ്ട്. ഈ വാല്യബിൾസ് പോയിട്ട് ഈ സാധനങ്ങൾ നമ്മൾക്ക് ഇങ്ങോട്ട് വെക്കാം. ഈ ഡയമണ്ട് പിക്കാക്സ് ഫ്ലിൻ്റ് എടുത്തിട്ട് നേരെ ചെന്നിട്ട് കുടിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ പോർട്ടൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരെ ചെന്നിട്ട് ഈ മരം എടുക്കാത്ത ഈ പെട്ടി തുറന്ന് ഇതല്ലല്ലോ ഫ്ലിൻ്റ് എടുക്കണ്ട. നേരെ ചെന്നിട്ട് നെതറിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ക്രിയേറ്റീവ് ഇപ്പൊ തൊട്ടമ്മ നേരെ സർവൈവൽ നടക്കൂലല്ലോ. ബിൽഡിംഗ് തറയും ഇത് സവാനയാണല്ലോ. അല്ലാ പൊട്ടച്ചോന് ചെറിയതായിട്ട് ഡേഞ്ചറാണ്. ചത്ത് നിൽക്കട അവിടെ. സ്കെൽട്ടൻ ഫാം ഉണ്ടാക്കാം അവിടെ. അമ്മേ അങ്ങനെ ഞാൻ വീടില്ലടാ. വിടില്ല. അതാ വിടില്ല. അതാ എൻ്റെ പോർട്ടലെങ്ങാനും കെട്ടാണ്ടല്ലോ അതിൻ്റെ ചത്ത്. എന്താ സാധനം? വണ്ടിക്കോ സീഡിയോ? സി ഡി കിട്ടി ഗൈസ്. ഫോർട്രസ്. What the heck? Fortress. Guys, ini luck. Allah. Oh guys, fortress. ഗായ്സിൻ്റെ ലൊക്കുണ്ട് ഈ സീഡ്. ഇത്രയും ലക്കസ്റ്റ് സീഡ് എവിടെയും ഉണ്ടാവില്ല. 2 സ്കെൽട്ടൻസ് തന്നെ കൊല്ലാൻ നിൽക്കണ്. എൻ്റെ അടുത്ത് ഡയമണ്ട് അയൺ ആർമർ ഇല്ലാഞ്ഞിട്ട് അങ്ങനെ ഉണ്ടെങ്കിലേ നിങ്ങളെ കൊന്ന് തള്ളിയെന്നെ ഞാൻ. അതുകൊണ്ട് മുങ്ങട്ടെ. അയ്യോ വണ്ടിക്കോ. അതിന്റെ പോർട്ടല് തുറക്കടാ. അടങ്ങില്ല ഞാൻ അതിലെടുത്ത് വീണ്ടും കൊണ്ടന്നെ. എൻ്റെ പോർട്ടസും പൊട്ടി. അവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കി.
ചത്ത് 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 പണ്ടാറങ്ങാൻ വേണ്ടിയിട്ട് ഞാന് അടങ്ങില്ല ഞാൻ മറ്റവനെ മാത്രം പേടിച്ചാൽ മതി. സത്തില്ല അല്ലോ സ്കെൽട്ടൺ പണ്ടാറങ്ങാൻ വേണ്ടിട്ട് ചത്ത ചത്ത ഓ ഇങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുക. ഓ വല്ല വഴിയുണ്ടോ? ഓ പിക്കാക്സും ഇല്ല പണ്ടാറടങ്ങാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ നെതറിൽ പോയി വന്നിട്ടുണ്ട്. ഞാനവിടെ നിന്ന് അവിടെ എസ്കേപ്പായി. നെതർ ഫോർട്രസ് വിളിച്ചു. അതിന് എത്ര ഗോള് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ഈ ഒരു ഒറ്റ എപ്പിസോഡ്. ഞാൻ അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ടാക്കി. ഇങ്ങനെ ചാടിയ അപ്പം ആവും അതിന് നമുക്ക്. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ ഗോൾ കളിച്ചത് നെതർ ഫോർട്രസ് കണ്ടുപിടിച്ചു. നെതർക്ക് പോയി അവിടെ നിന്ന് 2 മേടിച്ച് വന്നു, 2 കൊടുത്തിട്ട് വന്നു. എൻ്റെ ഫുഡ് പോയി തോന്നുന്നു. പക്ഷേ ഈ ഒരു സാധനം കിട്ടിക്ക് ഇത് പോയില്ല. എന്താ സാധനം CD തോന്നുന്നു. ആ മ്യൂസിക് ഡിസ്ക് വാല്യുബിൾസിൽ വെച്ചേക്കാം. ഇതിനൊക്കെ ഒന്ന് ഇങ്ങനത്തെ സാധനം കിട്ടും. എനിക്ക് ഇപ്പോഴാട്ട് അറിയണത് അത് അവിടെയാണോ? ബോയൊക്കെ ഞാൻ ആദ്യം അവിടെ വെച്ചേക്കി. അപ്പോൾ അവിടെ നിന്ന് വേണ്ട ചെറിയ ഞാൻ മാറ്റിയത് അവിടെ നിന്ന്. അവിടെ സാൻഡി കിടക്കണം. അതായത് ഞാനിവിടെ നിന്ന് ഓഫ് ക്യാമറ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്തു, അത്രേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. ഇതാ ടോർച്ചിൻ്റെ അടുത്തുണ്ട് ഇഷ്ടം പോലെ. ഞാൻ വീണ്ടും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നെതറിൻ്റെ ഉള്ളിലൊക്കെ പറ്റി ഞാൻ ഒന്ന് കാണിച്ചു തരണ്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് പോയി ഒന്ന് ചത്തിട്ട് വരാം. എല്ലാ ടോർച്ചിൻ്റെ ഉള്ളിലൊക്കെ ഒന്നും കളയണ്ട, ഒന്നും കളയരുത്. ബ്ലോക്കുകളൊക്കെ വെക്കാൻ പറ്റും. ബ്ലോക്കുകളൊക്കെ അല്ല ഈ സാധനമൊക്കെ എന്തിനാ? അതാണില്ല. വടി ഇതിട്ട് വേറൊരു വഴിയുണ്ട്. ഇതിങ്ങനെ എടുത്തിട്ട് ഇതും കൊടുക്കുക. കുറച്ചും കൂടി പവറുള്ള കിട്ടും. ഇതിൻ്റെ ഇവിടെ വേണ്ട. ഓക്കെ, നമുക്ക് അകത്ത് പോയിട്ട് ഞാൻ കാണിച്ചു തരാം എല്ലാതും. നമുക്കിനി അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബേസ് ഉണ്ടാക്കണം. നമ്മൾ മറ്റേതിലുണ്ടാക്കിയ പോലെ, മറ്റേ ഓപ്പൺ വേൾഡിൽ നമ്മളൊന്നും ഉണ്ടാക്കിയിരുന്നില്ലേ ഫസ്റ്റത്തെ അക്കുണ്ടാക്കാത്ത സീസണിൽ, അതിലത്തെ പോലെ. സ്കെൽട്ടസ് മോണില്ലേ. എന്നൊക്കെ മറ്റേ സ്ഥാനത്തൊക്കെ ഒന്ന് പോയി തരാം. എൻ്റെ പേരിക്കറിഞ്ഞൂടാ.
ആ പേരൊക്കെ അറിയാം നെതർ ഫോർട്രസ്. അയ്യോ ബ്ലേസ്, ഇവിടെ തന്നെ ബ്ലേസോ? അപ്പോൾ ഇവിടെ തന്നെ സ്പോണർ ഉണ്ട് ഗൈസ്, ഇവിടെ തന്നെ സ്പോണർ ഉണ്ട്. ഇതെന്താ? ഹേ ഹേ അയ്യോ വണ്ടിക്കോ, നിങ്ങൾക്ക് എന്നെ തൊടാൻ പോലും കഴിയില്ലടാ. അയ്യോ വണ്ടിക്കോ വണ്ടിക്കോ വണ്ടിക്കോ, ഓടിച്ചാടി കേറിക്കോ വണ്ടിക്കോ വണ്ടി. ചവരുത്, അടിക്കൂണ ചവരുത്, ചത്ത് ചത്ത് ചത്ത്. ആ ചത്ത് തോന്നി. ഫോട്ടോസൊക്കെ അതിലൊന്ന് കയറിയല്ലോ, ആ ബോധ്യം തീർത്തു. കയ്യും വീശി ചെന്ന് കയ്യും വീശി രണ്ടെണ്ണം മേടിച്ചിട്ട് പോന്നു. അപ്പോൾ നമുക്ക് ബ്ലേസ് തന്നെ കൊന്നെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഫാം കൂടി റെഡിയാക്കണം ഞാൻ. ഇത് ഓക്കെ റെഡി, ഇതിൽ കൊണ്ടുപോയിട്ട് വെക്കുക. ഓക്കെ റെഡി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ എത്തിക്കണം. ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ നമ്മൾ എന്തായിരിക്കും മിക്കവാറും അത് ആലോചിച്ച് പറയാം. മിക്കവാറും നമ്മളുടെ ബേസ് ഉണ്ടാക്കലാക്കാൻ നെതറിൽ, അല്ലെങ്കിൽ സ്പോണർ, അല്ലെങ്കിൽ മൈനിങ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നമുക്കിനി ടാറ്റാ ബൈ ബൈ, സീ യു. ഇറ്റ്സ് സൈനിങ് ഔട്ട് MG.